ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് എടുക്കാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, പോസിറ്റീവായിട്ട് തിങ്കിങ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കാർഡ്സിലൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് എടുക്കാൻ പോവാണ്. ചാരിയറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു മടങ്ങി വരവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ, താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നവരുണ്ടാവാം, കുറേ നാളായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ടുള്ളവരുണ്ടാവാം. എന്നാൽ ഇവിടെ അവരുടെ തിരിച്ചുവരവ്, മടങ്ങിവരവാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതും സ്പീഡായിട്ടുള്ളൊരു ആക്ഷനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിലൂടെ കാണിച്ചു തരുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ റിലേഷൻഷിപ്പിൽ സക്സസ് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാം. സെക്കൻഡ് കാർഡ് എന്താണ് പറയുന്നത് നോക്കാം. പേജ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് എവിടെ നിന്നോ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ അവർ ചേസ് ചെയ്യുന്നുണ്ടെന്ന് ഈ കാർഡ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഐഡിയാസ് അവർ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ കാണാനായിട്ടുള്ള ആ ഒരു പരിശ്രമത്തെ തന്നെയാണ് ഈ കാർഡ്സിലൂടെ യൂണിവേഴ്സ് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ഡ്രീമറെ കാണിച്ചു തരാണ്. അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. ഒരു പാഷനേറ്റ് സോളായിട്ട് ഈ കാർഡ് പറയുന്നു. ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോകുന്ന ഒന്നല്ല എന്ന് അവരിപ്പോൾ തിരിച്ചറിയാണ്. കാരണം അവരായിട്ട് തന്നെ ആവാം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. കാരണം അവരായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ പോവാണ്. അപ്പോൾ നിങ്ങളെന്ന പ്രകാശം അവരുടെ കൂടെ ഉണ്ടെങ്കിലേ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ എനർജിയാണ് 10 ഓഫ് സോർട്സുകളാണ് കിട്ടിയിട്ടുള്ളത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദന അതെന്താവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സിലൂടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അവരെ കാണുവാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരികയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളും അവരും കണ്ടുമുട്ടുവാനും സംസാരിക്കാനുമുള്ള ആ ഒരു അവസരത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ ഹോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലാവാ. ആരുടെയും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക, സെൽഫ് ലവ് ചെയ്യുക. എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മളോട് തന്നെ സ്നേഹിക്കപ്പെടുക. നമ്മളോട് തന്നെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ട്. നമ്മുടെ സോള് നമ്മളിലൂടെ വേദനിച്ച നിമിഷങ്ങളുണ്ട്. അപ്പോൾ മൈ ഡിയർ സോൾ, ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ്. ഇന്ന് ഞാൻ എന്നെ തന്നെ കാണാണ്. എന്നിലാണ് എല്ലാ ചൈതന്യവും ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഞാനാണ് പ്രകാശത്തെ കാണുന്നത്, ഞാനാണ് പ്രപഞ്ചത്തെ കാണുന്നത്, ഞാൻ ഈ ലോകത്തെ തന്നെ കാണാണ്. എന്നിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവാൻ പോവാണ്.
ആരുടെ മുന്നിലും ഇനി ഞാൻ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. എൻ്റെ ഇഷ്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് നിങ്ങളിൽ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്, സെൽഫ് ലവ് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട് സെൽഫ് ലവിനെ കുറിച്ചിട്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എനിക്ക് കുറച്ചേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഹീലാവാൻ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെയാണ് മാറ്റം സംഭവിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. സെവൻ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ക്വിക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജി, നിങ്ങളുടെ പേഴ്സന്റെ എനർജി. അവര് നിങ്ങളെ ചേസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. മറഞ്ഞിരുന്നു കൊണ്ട് അവർ നിങ്ങളെ വീക്ഷിക്കുകയാണ്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ അറിയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങളെ തന്നെ അറിയാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തി ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് അവർ തിരിച്ചറിയാണ്. അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളെ അവർ അവരുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റിൽ സ്നേഹിക്കുന്ന നിമിഷത്തിൽ അവർ നിങ്ങളെ അത്ര കണ്ടൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, മറിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് മറ്റെവിടെയും കിട്ടാത്തൊരു സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, അത് അവരുടെ സാഹചര്യമായിരിക്കാം. എന്നാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് നിങ്ങളോട് വളരെയേറെ സ്നേഹമാണ് തോന്നുന്നത്. അവർ ചെയ്ത തെറ്റ്, അതുകൊണ്ടാണ് അവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ചെറിയൊരു മടി കാണിച്ച് മാറി നിന്നിട്ടുള്ളത്. കാരണം ഇനി നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ അവർ വിശ്വസിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവരുടെ മുന്നിലുണ്ട്. ക്വിക്കായിട്ടും സൈലൻ്റ് ആയിട്ടും നിങ്ങളിൽ നിന്ന് മാറിപ്പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നിട്ടില്ല. കുറേ സത്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ടാവാം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പലതവണ ചോദിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിന് പോലും കറക്റ്റായിട്ട് ഉത്തരം അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയാണ്. ഹാങ്മൻ ആണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്ന നിങ്ങളെ തന്നെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങളിലേക്ക് ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ ലെറ്റിംഗ് ഗോ സിറ്റുവേഷനിലാണ്. കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ഓൺ ആൻഡ് ഓഫ് പോലെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ, സെൽഫ് ലവ് ചെയ്യുമ്പോൾ, അവരിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് അവിടെ യൂണിവേഴ്സ് അവരിൽ പ്രവർത്തിക്കുന്നത്, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹം കൂടുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയാണ് ശരിയായിട്ടുള്ള വഴിയെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു, ഹീലിംഗ് നടത്തുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തന്നെ ആവണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആരെയും ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിലെ നമ്മളെ കാണാൻ ശ്രമിക്കുക. അവിടെ നമ്മുടെ പ്രോഗ്രസ്, നമ്മുടെ ഫ്യൂച്ചർ എല്ലാം നല്ലതുപോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അത് സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ഇന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ കാര്യങ്ങൾ പ്രോഗ്രസ്സിലേക്ക് വരുമ്പോഴാണ് അവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരിക. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, റീഡിങ് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനിക്കുമ്പോഴും നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ കൂടെ ആരാ ഉള്ളത്? നമ്മുടെ സോൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോകുന്നവരാണ്
എല്ലാവരും. അവിടെ കുറച്ചു പേരൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കാം, കുറച്ചു പേരൊക്കെ വന്നും പോയി നിൽക്കാം, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സോൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനെ കൂടി കാണണം. നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ സോളിന് അവിടെ എന്തുണ്ടാകുന്നത്? നല്ലത് സംഭവിക്കുന്നത്, നല്ല ചിന്തകൾ സംഭവിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വേദനിപ്പിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് നിങ്ങൾ ആദ്യം തന്നെ സോറി പറഞ്ഞുകൊണ്ട്, അവനവനോട് തന്നെ സോറി പറഞ്ഞുകൊണ്ട് ഹീലാകുന്ന ആ ഒരു നിമിഷം, അതാണ് യൂണിവേഴ്സ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. യൂണിവേഴ്സൽ സറണ്ടർ ആവുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. ഏസ് ഓഫ് പെൻഡക്കിളാണ്. നിങ്ങളുടെ ലൈഫാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു പുതിയ തുടക്കം പോലെ നിങ്ങളുടെ ജീവിതം മാറാൻ പോവാണ്. ന്യൂ ഐഡിയ നിങ്ങളിൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒക്കെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് ആണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കൈ നിറയെ സമ്പാദ്യമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആംബിഷനെ ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നേടാൻ പോവാണ്. നിങ്ങളുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്താൻ പോവാണ്. വളരെ പോസിറ്റീവായിട്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നന്മ നമ്മൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക. വഴിയരികിൽ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും സാമ്പത്തികമായിട്ടുള്ളവരെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റും പോലെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരു പൊതിച്ചോറെങ്കിൽ ഒരു പൊതിച്ചോറ് ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവരോട് പറയുക, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അത്രയേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ദൈവത്തെ കാണുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ, നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് വരും, ഉറപ്പാണ്. ഒരു കാർഡും കൂടി എടുക്കാം കേട്ടോ. കിങ് ഓഫ് സോർഡ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരിലെ ലക്ഷ്യത്തെ കാണിക്കുന്നു. വളരെ സൂക്ഷ്മമായിട്ട് അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു. നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു ശ്രമത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരിലെ ക്ലിയർ തിങ്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ്. നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അവർ ഒരു സത്യം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ റിസൾട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു റിസൾട്ട് തരാൻ പോവാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു പവറിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നമ്മളിലല്ല ശക്തിയുള്ളത്, അല്ലേ? പ്രപഞ്ചത്തിലാണ് ശക്തിയുള്ളത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കാര്യവും സാധ്യമാകും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ നിങ്ങളുടെ ഡിസിഷനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാനായിട്ടുള്ളതാണ്. അവിടെ നിങ്ങളുടെ പേഴ്സണുമൊത്തുള്ള നല്ല ജീവിതം യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. കാരണം അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് നിങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നോക്കാം. അവർ തരുന്ന മെസ്സേജ് ഓറക്കിൾ കാർഡ്സിലൂടെ നോക്കാം.
ഇവിടെ ആദ്യത്തെ കാർഡ് പറയുന്നത് ഇൻസെപ്പറബിൾ എന്നാണ്. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ്. നമ്മൾ എത്ര അകലെയാണെങ്കിലും നമ്മളെ പിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അതവിടെ തന്നെ ഉണ്ട്, അതവിടെ തന്നെ ഉണ്ട്, അതെവിടെയും പോയിട്ടില്ല. അവരുടെ മനസ്സിലും ആ സ്നേഹം നിലനിൽക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലും ആ സ്നേഹം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് സോൾട്ട് ഐ എന്നാണ് പറയുന്നത്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ആ സമയം തന്നെ അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില സമയങ്ങൾ തോന്നുന്നുണ്ടാവാം വളരെ തണുപ്പ് അനുഭവപ്പെടുക, വളരെ ചൂടനുഭവപ്പെടുക, രോമാഞ്ചം വരിക. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്, ഡേ ഡ്രീം ചെയ്യുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ഇനി സെൽഫ് ലവ് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുക, സെൽഫ് ലവ് ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഇവിടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വീണ്ടും കാർഡ്സിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ അവരുടെ വരവിനായിട്ട് കാത്തിരിക്കാം. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിലേക്ക് എത്തണമെങ്കിൽ റേക്കി ഹീലിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.